അവരെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഉമ്മറത്ത് നിരന്നിരിക്കുന്നവരെ കണ്ടിട്ട് സീത ആശങ്കയോടെ കണ്ണനെ നോക്കി. അവൻ്റെ മുഖത്തൊരു ഗൂഢമായ ചിരിയുണ്ട്. അതിനർത്ഥമാണ് എത്ര ആലോചിച്ചു നോക്കിയിട്ടും അവൾക്ക് മനസ്സിലാവാത്തതും. എന്ത് നോക്കിയിരിക്കുക, ഇറങ്ങി വാ. കാത്തു നിൽക്കുന്നവരെ കണ്ടില്ലേ നീ? നമുക്ക് വേണ്ടിയാണ് അവരുടെ വിലപ്പെട്ട സമയം പോകുന്നത്. പെട്ടെന്ന് വാ. സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അതേ ചിരിയോടെ ഉമ്മറത്തിരിക്കുന്നവരെ നോക്കി കണ്ണൻ പറഞ്ഞു. വഴക്കുണ്ടാക്കല്ലേ? സീത അവനെ നോക്കി. ഏയ്, ഇത് വഴക്കൊന്നും അല്ലേടി. അവൻ അവൾക്ക് നേരെ ഒന്ന് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് സീത ഇറങ്ങിയത്. വാ. പിന്നാലെ ഡോർ തുറന്നിട്ട് ബാഗ് വലിച്ചെടുത്തുകൊണ്ട് കണ്ണൻ സീതയുടെ നേരെ കൈ നീട്ടി. ഒട്ടൊരു പതർച്ചയോടെയാണ് സീത അവൻ്റെ കൈ പിടിച്ചത്. അവിടെ നിൽക്ക്. നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറിയാൽ മതി. സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കും മുന്നേ പ്രതാപവർമ്മയുടെ കൽപ്പന. കണ്ണൻ മുഖം ചിരിച്ചുകൊണ്ട് സീതയെ നോക്കി. ചിരിച്ചുകൊണ്ടവൻ കണ്ണടച്ച് കാണിച്ചു. വീണ്ടും പടി കയറാൻ നിൽക്കുന്നവന് മുന്നിലേക്ക് രവിവർമ്മയും ജിതിനും മനോജും കയറി നിന്നു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ അകത്തോട്ടും കയറും. അതൊന്നും തടയാൻ തൽക്കാലം നിങ്ങൾ വിചാരിച്ച നടക്കില്ല മക്കളെ, കണ്ണൻ പരിഹാസത്തോടെ പറഞ്ഞു. പിന്നിലെ സ്ത്രീജനങ്ങളുടെ അടക്കം മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വിങ്ങിയിട്ടുണ്ട്. ആട്ടിൻകൂട്ടങ്ങളെ തമ്മിലടുപ്പിച്ച് കൊന്നു തിന്നാൻ തക്കം പാർത്ത് നിൽക്കുന്ന ചെന്നായയെപ്പോലെ കാർത്തിക് ഒരരികിൽ മാറി നിൽപ്പുണ്ട്. കണ്ണൻ്റെ കണ്ണുകൾ കുറുകി അവനെ നോക്കുമ്പോൾ, കയറിക്കോ, പക്ഷേ നീ ഒറ്റയ്ക്ക്. ഇവളെ ഇവിടെ കയറ്റുന്ന പ്രശ്നമില്ല, ജിതിൻ സീതയെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് പറയാൻ നീ ആരാടാ? കണ്ണൻ അവനരികിലേക്ക് ഒരടി കൂടി നീങ്ങി നിന്നു. സീത അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ജിതിനെ! പിന്നിൽ നിന്നും സുധീഷിൻ്റെ മുറുകിയ സ്വരം. വെറുതെ ഷോ കാണിക്കാതെ നീ അകത്ത് കയറിപ്പോടാ. നിന്നെപ്പോലെ തന്നെ കണ്ണനും ഇവിടെ തുല്യ അവകാശമുണ്ട്. സുധീഷ് മകനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ആ, നിങ്ങളൊന്നും മിണ്ടാതിരി. ഒരുമാതിരി നനഞ്ഞ പടക്കം പോലെ. ഇത് എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം, ജിതിൻ പരിഹാസത്തോടെ മുരണ്ടു. തനിക്ക് അവനെ തിരുത്താനാവില്ലെന്ന് സുധീഷിന് മനസ്സിലായി. അച്ഛനേക്കാൾ അവന് പ്രിയം വെട്ടൊന്നു മുറിരണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന വല്യച്ഛന്മാരെയാണ്. അവരാണ് അവനെ ഇന്നീ നിലയിലെത്തിച്ചതും. പൊതുവെ സമാധാനപ്രിയനായ താൻ അവൻ്റെ മുന്നിൽ ഉശിരില്ലാത്തവനും ഒന്നിനും കൊള്ളാത്തവനുമാണ്. അയാളിലെ അച്ഛൻ വ്രണപ്പെട്ട മനസ്സോടെ മുഖം കുനിച്ചു തിരിഞ്ഞു നടന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ പരിഹാസമായിരുന്നുവെങ്കിലും കണ്ണനും സീതയും അയാളെ സഹതാപത്തോടെ നോക്കി. ഇറങ്ങടാ വെളിയിൽ. രവിവർമ്മയാണ് ഇപ്രാവശ്യം അലറുന്നത്. കണ്ണന് പക്ഷേ കൂസലൊന്നുമില്ല. അവൻ കയ്യിലുള്ള ബാഗ് താഴെ വെച്ചിട്ട് ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ വലിച്ചെടുത്തു. കൂടി നിൽക്കുന്നവരുടെ കണ്ണിലെല്ലാം ചോദ്യങ്ങൾ വിടർന്നു. എന്താടാ അത്? പ്രതാപവർമ്മ അവൻ്റെ നേരെ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു. ഹാ, കിടന്ന് പിടക്കാതെ വല്യമ്മാമ, ഞാൻ പറയല്ലേ. അവൻ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. ചുറ്റും ഒന്ന് നോക്കിയിട്ട് അയാൾ നീട്ടിയ കൈ പിൻവലിച്ചു. ദേ, ഈ ചോദ്യം നിങ്ങൾക്കെല്ലാവർക്കുമില്ലേ? കണ്ണനും ചുറ്റും നോക്കി. നിന്ന് പ്രസംഗം നടത്താതെ കാര്യം പറയടാ, മനോജ് ദേഷ്യത്തോടെ മുരണ്ടു. നിന്നോടും കൂടിയാ ഞാൻ പറഞ്ഞത്, കിടന്ന് പിടയ്ക്കല്ലേന്ന്. കണ്ണൻ്റെ ചിരി മാഞ്ഞു. മനോജ് അടികിട്ടിയതുപോലെ വിളറി. കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ് ഈ കുഞ്ഞു കടലാസിൽ വലിയൊരു അവകാശമായി നിറഞ്ഞു നിൽക്കുന്നത്. അവൻ കയ്യിലുള്ള പേപ്പർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീനിലയത്തിലെ സ്വത്തുവകകളിൽ ദേവയാനിയുടെ ഒരേ ഒരു മകനായ കിരൺ വർമ്മയ്ക്ക് എല്ലാവിധ അവകാശങ്ങളുമുണ്ടെന്ന് വളരെ വ്യക്തമായി പറയുന്ന രേഖ. മുഖത്തൊരു ചിരിയോടെ കണ്ണനത് പറയുമ്പോൾ കേട്ടവരെല്ലാം അവനെ പകച്ചു നോക്കി. പേടിച്ചത് സംഭവിച്ചു കഴിഞ്ഞോ എന്നൊരു പേടി ആ കൂടി നിൽക്കുന്ന ഓരോ കണ്ണുകളിലും നിഴലിട്ട് നിൽക്കുന്നത് കണ്ണൻ കണ്ടു. അവനൊരു സംതൃപ്തി തോന്നി. പറഞ്ഞതല്ലേ ഞാൻ, നേടുമെന്ന് പറഞ്ഞ അത് നേടിയിട്ടേ തിരികെ പോകൂ എന്ന്. അവൻ നെഞ്ചിൽ കൈകെട്ടി നിന്നിട്ട് ചുറ്റും നോക്കി. അങ്ങനെ നീ വെറുതെ ഒരു പേപ്പർ പൊക്കിപ്പിടിച്ച് നിന്നതുകൊണ്ടായോ? ഇങ്ങ് തന്നെ, സത്യാണോ എന്ന് ഞാൻ നോക്കട്ടെ. കാർത്തിക് മുന്നോട്ട് വന്നിട്ട് കൈ നീട്ടി. അത് പരിശോധന നടത്താൻ നീ ഇവിടുത്തെ ആരാടാ? ശ്രീനിലയത്തിലെ വെറുമൊരു ആശ്രിതയുടെ മകൻ. നീ എൻ്റെ മുന്നിൽ നിൽക്കാൻ പോലുമില്ല. ഉള്ളിലുള്ള രോക്ഷം അത്രയും കാർത്തികിനെ നോക്കുമ്പോൾ കണ്ണൻ്റെ കണ്ണിൽ തെളിഞ്ഞു നിന്നിരുന്നു. രാജിയുടെ മുഖം വിളറി. കണ്ണനെ കൊന്നുകളയാനുള്ള ദേഷ്യത്തോടെ രാജി അവനെ തുറച്ചു നോക്കി. കയ്യിലുള്ള പേപ്പർ അവൻ പ്രതാപവർമ്മയ്ക്ക് നേരെ നീട്ടി. അയാളത് വാങ്ങുന്നതും നിമിഷങ്ങൾ കൊണ്ട് ആ മുഖം വിളറി വെളുക്കുന്നതും നോക്കി കണ്ണൻ നിന്നു. സീത വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെയാണ് അവർക്കരികിൽ നിൽക്കുന്നത്.
അവരിൽ നിന്നും ഇറങ്ങിയോടി മുത്തശ്ശിയുടെ മുറിയിലെത്തിച്ചേരാൻ അവൾക്കുള്ളം തുടിച്ചു. ദയനീയമായി നോക്കുന്ന പ്രതാപവർമ്മയുടെ കണ്ണുകൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടുന്ന മറുപടി കൊടുത്തിരുന്നു. ഇനി ആർക്കും തടസ്സമൊന്നും പറയാനില്ലല്ലോ. കണ്ണൻ പ്രതാപവർമ്മയുടെ കയ്യിലെ പേപ്പർ വാങ്ങി വീണ്ടും പോക്കറ്റിൽ തിരുകി. ഞാനുള്ളിടത്ത് തന്നെ ഇനി എൻ്റെ പെണ്ണുമുണ്ടാകും. അത് തടയാൻ ആരെങ്കിലും എൻ്റെ മുന്നിൽ വന്ന. അവൻ്റെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു. പിന്നെ മറ്റൊരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. നാളെയോ മറ്റന്നാളോ കുടുംബക്ഷേത്രത്തിൽ നിന്നും കിരൺ വർമ്മ സീതാലക്ഷ്മിയെ ഒന്നുകൂടി താലി കെട്ടി സ്വന്തമാക്കും. എന്തിനെന്നറിയോ? ചുറ്റും പകച്ചു നിൽക്കുന്ന മുഖങ്ങൾ നൽകിയ ലഹരിയിൽ കണ്ണൻ ചിരിയോടെ വിളിച്ചു ചോദിച്ചു. അവൻ്റെ കൈകൾ സീതയെ പൊതിഞ്ഞു. എനിക്കോ ഇവൾക്കോ വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. വെറുതെയിട്ടൊരു മാലയിൽ സീതാലക്ഷ്മിയെ എന്നോട് ചേർത്ത് വയ്ക്കാനാവില്ലെന്നുള്ള നിങ്ങളുടെ ബലിശമായ ആഗ്രഹം, അത് ഞാനങ്ങ് തീർത്തു തരുന്നു. എന്നോട് ഇത്രയും സ്നേഹമുള്ള നിങ്ങളോട് ഇത്രയെങ്കിലും ഞാനും ചെയ്യണ്ടേ? അവൻ്റെ സ്വരത്തിൽ വീണ്ടും പരിഹാസം തുളുമ്പി. സീത ഇന്നത്തെ ദിവസം ഇവിടെയുണ്ടാകും. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ വേലക്കാരിയായിട്ടല്ല, ശ്രീനിലയത്തിലെ കിരൺ വർമ്മയുടെ പെണ്ണായിട്ട്. ആ പരിഗണനയിൽ വേണം അവൾക്ക് മുന്നിൽ ചെന്ന് നിൽക്കാൻ. ഓർമ്മിപ്പിക്കും പോലെ കണ്ണൻ പറഞ്ഞു. ഇരുണ്ട മുഖങ്ങളെല്ലാം അതോടുകൂടി ഒന്നുകൂടി ഇരുണ്ടു. സീതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കണ്ണൻ തിരിച്ചു നടന്നത്. അല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയെ ഇവിടെ ഇട്ടിട്ട് പോയിരുന്നല്ലോ ഞാൻ. എന്നോടുള്ള വാശിക്ക് നിങ്ങളെല്ലാം കൂടി തല്ലിക്കൊന്നു അവളെ. കാണുന്നില്ലല്ലോ ഇവിടെ. ഞാൻ വന്നത് അറിഞ്ഞില്ലേ ഇനി? ഉത്തരം കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുപോലെ ആ ചോദ്യത്തോടെ കണ്ണൻ അകത്തേക്ക് നടന്നു. കണ്ണേട്ടാ. കൈപിടിച്ച് ഗൗരവത്തിൽ നടക്കുന്നവനെ സീത തോണ്ടി വിളിച്ചു. അവളെ നോക്കാതെ അവനൊന്ന് മൂളി. കണ്ണേട്ടാ. അവൻ നോക്കുന്നില്ലെന്ന് കണ്ട് സീത വീണ്ടും വിളിച്ചു. എന്താടി? അവൻ കണ്ണുരുട്ടിക്കൊണ്ടവളെ നോക്കി. സീത മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. കാര്യം പറ ദുർഗാലക്ഷ്മി. കണ്ണൻ അവളെ വലിച്ചടുപ്പിച്ചു. അവരോട് പറഞ്ഞതൊക്കെ സത്യാണോ? സീത ചോദിച്ചു. അത്രയും വിവരവും കുരുട്ടുബുദ്ധിയുമുള്ള അവര് വിശ്വസിച്ചു. പിന്നെ നിനക്കെന്താ അങ്ങനെയൊരു സംശയം? കണ്ണൻ നടത്ത നിർത്തി അവളെ നോക്കി. അല്ല, ഞാൻ വെറുതെ. അവൻ്റെ കൂർത്ത നോട്ടത്തിൽ സീതയൊന്ന് പതറി. ഓ, സീതാലക്ഷ്മിക്ക് എന്നെ വിശ്വാസമില്ലല്ലോ അല്ലേ? കണ്ണൻ്റെ ചുണ്ടുകൂടി. അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല, സീത മങ്ങിയ മുഖത്തോടെ പറഞ്ഞു. പിന്നെ എങ്ങനെയാ നീ കരുതിയിരിക്കുന്നത്? അത് പറ. കണ്ണൻ അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. സീത മിണ്ടുന്നില്ല. പറ, പിന്നെ എങ്ങനെയാ എൻ്റെ പെണ്ണ് കരുതിയിരിക്കുന്നത്? കണ്ണൻ വീണ്ടും ചോദിച്ച് അവളെ ഭിത്തിയിൽ കൈകൊണ്ട് ലോക്ക് ചെയ്തു. എൻ്റെ പിണക്കം നിന്നെ സങ്കടപ്പെടുത്തിയോ? കണ്ണൻ വിരൽ കൊണ്ട് അവളുടെ മുഖത്തൊഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. എൻ്റെ ജീവൻ പോയതുപോലെയായിരുന്നു. കണ്ണേട്ടനോട് എനിക്ക് അത്രയും ഇഷ്ടമുണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായതും. സീതയുടെ മുഖത്ത് നിറയെ പ്രണയം വിങ്ങി. നിനക്ക് ഏറെ എന്നെ അത്യാവശ്യമുള്ള നേരത്ത് എനിക്ക് നിന്റെ അരികിൽ ഉണ്ടാവാൻ കഴിഞ്ഞില്ല. ആ കുറ്റബോധം കൊണ്ട് നീറിപ്പിടഞ്ഞ് ഓടി വന്ന എന്നോട് നീ പറഞ്ഞ വാക്കുകൾ, അതത്ര ഭീകരമായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ നീ? അന്നത്തെ അതേ വേദന അപ്പോഴും അവൻ്റെ വാക്കുകളിൽ കനം തൂങ്ങി. അന്നത്തെ എൻ്റെ അവസ്ഥ. സീത പറഞ്ഞു തുടങ്ങും മുന്നേ കണ്ണൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. വേദന നൽകുന്ന ഓർമ്മകൾ വീണ്ടും വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കലേ ലച്ചു. അലിവോടെയുള്ള ശബ്ദം, ലച്ചു എന്നുള്ള വിളി. സീത അവനിലേക്ക് ചാഞ്ഞു. എത്രയൊക്കെ പിണങ്ങിയാലും വേദനിച്ചാലും നിന്റെ മുഖം കാണാതെ, സ്വരം കേൾക്കാതെ എനിക്കൊരു ദിവസം പോലും തള്ളി നീക്കാനാവില്ല. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത എൻ്റെ ഭ്രാന്ത പോലെ. അത്രമേൽ നിന്നോടുള്ള ഇഷ്ടമെൻ്റെ ഹൃദയത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നു. കണ്ണൻ്റെ പ്രണയം തുളുമ്പുന്ന വാക്കുകൾ കാതോട് ചേർന്നപ്പോൾ സീത കണ്ണുകൾ ഇറുക്കിയടച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. നീ തരുന്ന വേദനയിൽ നിന്നുകൊണ്ട് പോലും നിന്നെ പ്രണയിക്കും ഞാൻ. കണ്ണൻ അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ആളൊഴിഞ്ഞ ഇടനാഴിയിൽ സീതയൊരു പൂച്ചയെ പോലെ അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിലൊളിച്ചു. പാതി തുറന്ന വാതിൽപ്പാളി വലിച്ചടച്ചുകൊണ്ട് റിമി ബെഡിൽ പോയിരുന്ന് കിതച്ചു. കണ്ണൻ്റെ കൈക്കുള്ളിൽ സർവവും മറന്ന് ഒതുങ്ങി നിൽക്കുന്ന സീതയുടെ ചിത്രം. ഇനിയും ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. കൈകൾ ആത്മസംഘർഷം കൊണ്ട് കിടക്കവിരിയിൽ മുറുകി. ദേഷ്യവും പകയും കൊണ്ടവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. കൺമുന്നിൽ കാണുന്ന സകലതും തച്ചുടയ്ക്കാൻ മോഹം തോന്നി. ഉള്ളിൽ നിന്നും കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ചയെ അവളെ ചുട്ടുപൊള്ളിച്ചു. കണ്ണൻ വന്നെന്നറിഞ്ഞും മനഃപൂർവ്വം ആ മുന്നിലേക്ക് പോയില്ല. അവനെതിരെ പടയ്ക്കുള്ള ആളുകളെ സജ്ജമാക്കി പെട്ടെന്ന് അവിടെ നിന്നും വലിഞ്ഞതാണ്.
സംശയങ്ങളൊന്നും തോന്നാൻ പാടില്ലല്ലോ. സീത അവനോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണ്. ഇല്ലെങ്കിൽ അതറിഞ്ഞ നിമിഷം അവൻ നേരിട്ടിങ്ങോട്ട് ഓടി വന്നേനെ. പ്രാണനാഥൻ്റെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ സീതാലക്ഷ്മി ഒരു വിഡ്ഢിയല്ലെന്നാണ് കരുതിയത്. ഇതിപ്പോൾ അവനൊപ്പം അവൾ കൂടി ഇനിയും ഈ പടി കടന്ന് ഒരിക്കൽ കൂടി വരുമെന്ന് സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിട്ടില്ല. വീണ്ടും അവളുടെ പല്ല് ഞെരിഞ്ഞു. ഹേയ് റിമി! പിന്നിൽ നിന്നും കണ്ണൻ്റെ വിളി. ഞൊടിയിടെ കൊണ്ട് അവളുടെ മുഖത്തെ ഭാവം മാറി. വിടർന്ന് ചിരിച്ചുകൊണ്ട് റിമി കണ്ണന് നേരെ തിരിഞ്ഞു. കണ്ണൻ, നീ? വാട്ട് എ സർപ്രൈസ്! അവൾ അത്ഭുതം കൂറി നിൽക്കുന്നത് സീത പുച്ഛത്തോടെ നോക്കി. യാ, തന്നെയൊന്ന് ഞെട്ടിക്കാമെന്ന് കരുതി. കണ്ണനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സീതയെ എവിടുന്ന് കിട്ടി? എത്ര മൃദുവായി ചോദിച്ചിട്ടും അപ്പോൾ മാത്രം റിമിയുടെ ശബ്ദം പരുക്കമായി. ഞാനുള്ളിടത്തെല്ലാം ഇനി അവളും ഉണ്ടാകും റിമി. ഇവളെൻ്റെ എല്ലാമല്ലേ, എൻ്റെ പ്രാണൻ. റിമിക്ക് മുന്നിൽ വെച്ച് തന്നെ കണ്ണൻ സീതയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. കനലെരിയുന്ന കണ്ണോടെ തുറച്ചു നോക്കുന്ന റിമിയുടെ നേരെ സീത വെല്ലുവിളിയോടെ നോക്കി. അതുകൂടി ആയതോടെ റിമിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും ചിരിയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടവൾ അവരെ നോക്കി. 2 ദിവസം കൂടി, അതിനുള്ളിൽ ഇവളെ ഞാൻ ലീഗലി എന്നോട് ചേർക്കും. പ്രണയം തുടിക്കുന്ന കണ്ണൻ്റെ വാക്കുകൾ റിമിയുടെ ഉള്ളിൽ പ്രകമ്പനം കൊണ്ടു. നീ അത് കഴിഞ്ഞു പോയാൽ മതി കേട്ടോ. കണ്ണൻ അവളെ നോക്കി ചിരിച്ചു. തീർച്ചയായും, എല്ലാം തീർത്തിട്ട് നിനക്കൊപ്പം തന്നെ ഞാനിനി മടങ്ങുന്നുള്ളൂ. റിമി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. കൗശലം കൊണ്ട് തിളങ്ങുന്ന അവളുടെ കണ്ണുകൾക്ക് ഉള്ളിൽ തിളച്ചു മറിയുന്ന പകയുടെ കനലുകൾ എടുത്തു കാണിക്കാനാവുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ, കണ്ണൻ റിമിയെ നോക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു.